കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും. ഈ പഠിക്കാൻ വന്നിരിക്കുന്ന പിള്ളേരുടെ മേളിൽ ഇവന്മാരെ ഒന്നും ജീവിതത്തിൽ ഇവനെ ഒന്നും പഠിക്കാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ ഇവനെ ഒന്നും ജീവിതത്തിൽ ഇനി മര്യാദയ്ക്ക് നടക്കാൻ അനുവദിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പോലീസുകാരോട് തന്നെയാണ് പറയാനുള്ളത്. നല്ല തല്ലുകൊടുത്ത് മുട്ടിന് താഴെ തളർത്തിയിട്ടേക്കണം ഈ നായിന്റെ മക്കളെയൊക്കെ. തന്തയില്ലാത്തവന്മാർ എന്തിനാണ് ഈ ഭൂമിക്ക് നാശമായിട്ട് അല്ലെങ്കിൽ ഒരു മറ്റുള്ള പാവപ്പെട്ട പിള്ളേർക്ക് ഒരു നാശമായിട്ട് ഇവന്മാർ ജീവിക്കുന്നത്? ഇവന്മാരാരെ ഗുണ്ടകളാണ്. ഈ പറയുന്ന നിയമ സംവിധാന വ്യവസ്ഥയോട് ഒരുതരം ഒരു പേടി ഇല്ലാത്തതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ 2025 തുടങ്ങിയത് മുതൽ നമുക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കതും കൊലപാതകം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഒക്കെയാണ്. ഇതിനൊന്നും തക്കതായ ശിക്ഷ കിട്ടത്തില്ല. ഇനി പോയി കഴിഞ്ഞാൽ ഒരു പേര് കിട്ടിയതിന് ശേഷം, ഒരു ഗുണ്ട എന്നുള്ള പേര് കിട്ടിയിട്ട് തിരിച്ചു വരാം, വന്നിട്ട് കുറച്ച് പേരെ കൂടെ അവരുടെ മുന്നിൽ ഷോ കാണിക്കാൻ, കുറച്ച് റീൽസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാന്നൊക്കെ ഉള്ളൊരു വിചാരമാണ് ഇവന്മാർക്ക്. സോഷ്യൽ മീഡിയ കുറച്ച് താരമായിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ വിമർശനങ്ങളൊക്കെ വേണം. അതിന് എന്ത് തന്തയില്ലായ്മ, തന്തയ്ക്ക് പിറക്കാഴുകയും ചെയ്യും, തന്തയ്ക്ക് മുമ്പുണ്ടായ പ്രവർത്തികൾ ഇവന്മാരൊക്കെ ചെയ്യും. ഫോട്ടോ ഞാനിപ്പോൾ ഈ സൈഡിൽ കാണിക്കാം. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇവന്മാര് ആ ഒരു ഏഷ്യാൻ ന്യൂസിൽ കണ്ടൊരു വീഡിയോ ആണ്, അത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യും. ഈ പരിപാടി കാണിച്ചവന്മാർക്ക് തക്കതായ ശിക്ഷ കേരള